ഹായ് ക്യൂട്ടീസ്. ഒരിക്കലെങ്കിലും എസ്തെറ്റിക് വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്തിട്ടുള്ളവരായിരിക്കുമല്ലോ നിങ്ങൾ. വേറെ ആരുടെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കണ്ടിട്ട് എനിക്കിതുപോലെ എസ്തെറ്റിക് ആയിട്ടൊരു സ്റ്റോറി ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ നിങ്ങൾ. എനിക്ക് നിങ്ങളോട് കുറച്ച് പറയാനുണ്ട്. നമുക്ക് നമ്മുടെ ഈ നോൺ എസ്തെറ്റിക് ആയിട്ടുള്ള ലൈഫിനെ കുറച്ച് എസ്തെറ്റിക് ആക്കിയാലോ. വെൽക്കം ടു ഇങ്ക് ആൻഡ് ത്രെഡ്. ഇൻട്രോ ഒന്നും കേട്ടാലും പേടിക്കണ്ട. ഇന്ന് തന്നെ പോയി റൂമെല്ലാം അടുക്കി പെറുക്കണം, ആ റൂമിലെ പെയിന്റ് ഒക്കെ മാറ്റണം, പിൻട്രസ്റ്റിൽ കാണുന്ന പോലെ കുറച്ച് ഡ്രസ്സ് വാങ്ങണം, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് വെക്കോളാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. എനിക്ക് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ആ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ വിചാരിക്കുന്നതിനോട് എനിക്കിത്ര താല്പര്യമില്ല. സപ്പോസ് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു, എന്ത് ചെയ്തു വെച്ചേക്കുന്നത് കൊണ്ട് കള. ഇങ്ങനെ പറയാം. രണ്ട് രീതിയിൽ അപ്പോൾ എടുക്കാം. ഒന്നെങ്കിൽ അവരങ്ങനെ പറഞ്ഞല്ലേ കളഞ്ഞേക്കാം, ആർക്കും ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. വേറൊരു രീതിയിൽ ചിന്തിക്കാം, ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാം, വേറെ ആരും കാണണ്ട. ഇങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കാം അല്ലേ. പെർഫെക്ഷനും ഇംപെർഫെക്ഷനും ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു കാര്യം പെർഫെക്റ്റ് ആകണമെന്നൊന്നുമില്ല. ഒരാൾക്ക് പെർഫെക്റ്റ് ആയത് വേറൊരാൾക്ക് ഇംപെർഫെക്റ്റ് ആയിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്കൊരു സാധനം ഇഷ്ടപ്പെട്ടോ മതി, നിങ്ങളുടെയാണത്. നിങ്ങളുടെ അഭിപ്രായമാണെങ്കിലും നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിലും നിങ്ങൾ ചെയ്തത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കണം. നിങ്ങളല്ലേ, വേറെ ആരും അതിനെ സ്നേഹിക്കാനില്ല. ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓർക്കുന്നു. അവൻ ഒരുപാട് ഫോട്ടോ എടുക്കും. പക്ഷേ അവൻ ഇഷ്ടപ്പെടുന്ന ഫോട്ടോ വേറെ ആർക്കും ഇഷ്ടപ്പെടില്ല. ആർക്കും ഇഷ്ടപ്പെടാത്ത ഫോട്ടോ ആയിരിക്കും അവൻ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. അവനെ ഒരുപാട് പേര് ചെയ്ത് വിളിക്കാറുണ്ട്. പക്ഷെ അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല. അവൻ പറയുന്നത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മീൻസ് അതാണ് അവൻ്റെ ഈസ്തറ്റിക്സ്. നിങ്ങൾക്കും കാണും ഇതുപോലെ ഒരു ഈസ്തറ്റിക്. അങ്ങനെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. എസ്തെറ്റിക് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസ് കണ്ടിട്ടുണ്ടായിരിക്കും. എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റോറീസിനകത്ത് കഴുത്ത് കാണിക്കുക, അല്ലെ കാല്, അല്ലെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം, ചിലപ്പോൾ മുഖം പോലും കാണിച്ചൊന്നും വരില്ല. അങ്ങനെ ഇടുന്നതിന് ഞാൻ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. അത് ഓരോരുത്തരുടെ എസ്തെറ്റിക്സ് ആണ്. ഓരോരുത്തരുടെ സൗന്ദര്യബോധം ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എനിക്കും ഇടണം, അങ്ങനെ ഇട്ടില്ലെങ്കിൽ മോശമാണ്, അത് എസ്തെറ്റിക് അല്ല, ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോറി ഇടാം. മീൻസ് ഞാൻ വളരെ ടിപ്പിക്കലായിട്ട് സ്റ്റോറി ഇടുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ ഇങ്ങനെ പൂമ്പാറ്റ വറുക്കുക, അല്ലെങ്കിൽ പൂവൊക്കെ വെക്കുക, വളരെ വളരെ എന്താ പറയുക, ആർക്കും ഇഷ്ടപ്പെടാത്തൊരു രീതിയിൽ ഒരു എന്താ പറയുക, ഒരു വസന്തത്തെ പോലെയാണ് ഞാൻ സ്റ്റോറീസ് ഇടാറുള്ളത്. അതെൻ്റെ ഇഷ്ടം. ഓക്കെ, എനിക്ക് ആഗ്രഹമുണ്ട് ഈ രീതിയിൽ സ്റ്റോറി ഇട്ടാൽ നല്ലതായിരിക്കും, ഇതാണ് ആൾക്കാർക്ക് ഇഷ്ടം. അങ്ങനെ ആഗ്രഹം തോന്നുന്നതിലല്ല തെറ്റ്. അത് നിങ്ങളുടെ മുകളിൽ ഒരു പ്രഷർ ആകരുത്. ആ ഒരു പ്രഷർ കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറികൾ നിങ്ങൾ ഇടാതിരിക്കുക, ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സ്റ്റോറി ഇടാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ എസ്തെറ്റിക്സ് നമുക്കൊരു എന്താ പറയുക, ഒരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ എസ്തെറ്റിക്സിനെ നിങ്ങൾ റീഡിഫൈൻ ചെയ്യുക. ഒരിക്കലും മറ്റുള്ള ഒരാളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട, പഠിക്കണ്ട, പോസ്റ്റ് ചെയ്യേണ്ട, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ സൗന്ദര്യബോധത്തെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമാകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യബോധത്തെ ഒരു റെസ്പെക്റ്റ് വേണം. വേറൊരാൾ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലേ ഞാൻ ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, അത് ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഒരിക്കലും വേറൊരാൾ ചെയ്യുന്നതാണ് ശരി, അങ്ങനെ ചെയ്താലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അങ്ങനെ ചെയ്താലേ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടൂ, അങ്ങനൊരു ചിന്തയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ ആദ്യം ഇഷ്ടം വേണം. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങളിലും ഇഷ്ടം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരാവുക. ഇപ്പം പറഞ്ഞതൊക്കെ ഇത് തന്നെയാണ്, അതിൻ്റെ ഒരു ചുരുക്കമാണ് ഈ പറയുന്നത്. അതായത് ഒരിക്കലും വേറൊരാളിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടി വരരുത്. നിങ്ങൾക്ക് ഇഷ്ടം അതാണെങ്കിൽ, ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാണെങ്കിലും, നിങ്ങളുടെ ഡ്രസ്സാണെങ്കിൽ പോലും അവരിത് പറഞ്ഞു, ഈ ഡ്രസ്സ് ഇട്ടാൽ കൊള്ളില്ല, ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇടണം. എന്തിനാണ് വേറൊരാളെ നോക്കുന്നത്? സോ ബി ട്രൂ ടു യുവർ സെൽഫ്. പറഞ്ഞ് ഞാൻ കുറേ ബോറടിപ്പിച്ചല്ലേ. സാരമില്ല, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്കൊരു വിശ്വാസമുണ്ട്, കാഴ്ചയിലല്ല കാണുന്ന ആളുടെ കാഴ്ചപ്പാടിലാണ് ഭംഗിയുള്ളത്. അതായത് കാണുന്ന ആളുടെ മനസ്സിന് ഭംഗിയുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചയ്ക്കൊക്കെയും ഭംഗിയുണ്ടായിരിക്കും. നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ എസ്തെറ്റിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാൻ. കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.